ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ദേവ എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പാഠഭാഗം പഠിച്ചതാണ്. നല്ലപോലെ പഠിക്കണം. അതിലെ കോൺവെർസേഷനും ഡയറിയുമാണിത്. പോസ്റ്റർ പിന്നീടുള്ള ക്ലാസ്സുകളിൽ തരും. നോക്കിയേ, അനങ്കജി കെ മിത്ര ആർ ഡോക്ടർ കെ ബീച്ച് വാർത്താലാപ് ലിഖേ. ഡോക്ടറും അനങ്കജിയുടെ മിത്രമായിട്ടുള്ള വാർത്താലാപാണ് തന്നിരിക്കുന്നത്. ഡോക്ടർക്ക് പകരമായി പത്നി എന്ന് ചോദിക്കാൻ കേട്ടോ. അനങ്കജിയുടെ ഭാര്യ അത് ചോദിച്ചാലും ഡോക്ടർ മാറ്റി പത്നി എന്ന് ആഡ് ചെയ്തിട്ട് ഉചിതമായി ചെയ്യുക കേട്ടോ. ഓക്കെ, മിത്ര മേരാ ദോസ്ത് കോ ക്യാ ഹുവ. എൻ്റെ ദോസ്തിന് എന്ത് പറ്റി? ഡോക്ടർ ഉസ്ക ഹാലത്ത് ബുരാഹേ. അദ്ദേഹത്തിൻ്റെ ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ മോശമാണ്. അടുത്ത നോക്കിയേ, കുച്ച് നഹീം ബോൽത്ത വേ ബെച്ചാ നഹീം സക്ത. അവനൊന്നും പറയത്തില്ലേ എന്ന് വെച്ചാൽ സംസാരിക്കില്ലേ. അത് വേ എന്ന് വെച്ചാൽ അദ്ദേഹം, ബെച്ചാ നഹീ സക്ത അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്ന്. ഡോക്ടർ പറഞ്ഞു, യഹ് കണ്ട ഉൻക അന്തിമ സമയഹേ. ഈ ഒരു മണിക്കൂർ അദ്ദേഹത്തിൻ്റെ അന്തിം എന്ന് വെച്ചാൽ അവസാന സമയം ആണ്. മിത്ര പറഞ്ഞു, മേം ഉൻഹേ മസേ മേം കൈ കണ്ടേ ജീവിത രഘ് സക്താഹും. ഞാൻ ഇദ്ദേഹത്തെ എന്ത് ചെയ്യും, സുഖമായി എന്തെയും കൈ കണ്ടെന്ന് വെച്ചാൽ കുറേ മണിക്കൂർ ജീവനോടെ നിലനിർത്താൻ എനിക്ക് കഴിയും. ഇദ്ദേഹത്തെ കുറേ മണിക്കൂർ ജീവനോടെ നിലനിർത്താൻ എനിക്ക് കഴിയും എന്ന് മിത്ര. ഡോക്ടർ പറഞ്ഞു, യഹ് അസംഭവ് ഹേ, അത് അസാധ്യമാണ് എന്ന്. മിത്ര നോക്കിയേ, മുച്ചേ കോശിഷ് കർ ലേനാ ദീജിയെ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ വഹ കൈസേ, അതെങ്ങനെയാണ്? മിത്ര പറഞ്ഞ, ദേഖോ നോക്കിയേ, ആപ് ലോഗ് ബാഹർ ജായിയെ, നിങ്ങളെല്ലാവരും വെളിയിലേക്ക് പോയാലും. ഡോക്ടർ ടേക്ക് ഹേ, ശരിയെന്ന്. അങ്ങനെ കോൺവെർസേഷനോട് വെച്ച് നിർത്തി കേട്ടോ. ബാക്കി രണ്ടാമതാണ് അനങ്കജിയും മിത്രത്തിൻ്റെയും ഇടയിലുള്ള വാർത്താലാപ് ലിഖേ എന്ന്. നോക്കിയേ, മിത്ര ആപ്കോ കൈസേ, താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്ന്. കൈസേ ഹോ അനങ്ക് യാർ എന്നുവെച്ചാൽ സ്നേഹനിധേ എന്നൊക്കെയാണ്, പ്രിയപ്പെട്ടവനെ എന്നൊക്കെ. മെയും അഫി മർ ജായേഗ, ഞാനിപ്പോൾ മരിക്കും. മിത്ര നഹീം, ഇല്ല. ആപ് ചിന്ത മത് കീജിയെ, അങ്ങനെയുള്ള ചിന്ത മത് കീജിയെ, കളഞ്ഞാലും അത് വേണ്ട എന്ന്. അനങ്കെ പർ ഡോക്ടറിനെ ഐസ കഹ, എന്നാൽ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. മിത്ര പറഞ്ഞു, അബ് തോ ആപ് സദാ കെ ലിയെ ചലാ ഹേ, ജാനെ കെ പഹലെ സുന്ദർ ഗാന സുനായിയെ. അബ് തോ ഇപ്പോൾ താങ്കളെ, എന്ന് വെച്ചാൽ താങ്കൾ സദാ കെ ലിയെ എന്നേക്കുമായി പോവല്ലേ, അതായത് മരിച്ചു പോവല്ലേ. ജാനെ കെ പഹലെ പോകുന്നതിന് മുമ്പ് തന്നെ സുന്ദരമായ ഗാനം ഒന്ന് കേൾപ്പിക്കൂ എന്ന്. മുച്ചേ, അത് കേട്ട് അനങ്ക് പറയണം, മുച്ചേ കൈസേ ഗാന ആയേഗ, എനിക്ക് എങ്ങനെയാണ് പാടാൻ കഴിയുക എന്ന്, അല്ലെ എങ്ങനെ പാട്ട് എനിക്ക് വരും എന്ന്. മിത്ര ഏക സുന്ദർ കണ്ട് അബ് കഹാം സുനിനെ കോ മിലേഗ, ജാത്തെ ജാത്തെ കുച്ച് സുനാ ജായിയെ. ഈ സുന്ദരമായ കണ്ട ശബ്ദം അബ് കഹേ, ഇനിയിപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക? അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കേൾപ്പിച്ചാലും എന്ന് വെച്ചാൽ കേൾപ്പിച്ചിട്ട് പോയാലും അല്ലേ, ആ സുന്ദരമായ ശബ്ദം ഒന്ന് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. അനങ്കജി മിത്ര മുച്ചേ ഗാനാത്തോ നഹിഹേ, മിത്രമേ എനിക്ക് ഗാനാത്തോ നഹിഹേ, പാടാൻ കഴിയില്ല. ലേക്കിൻ എന്നാൽ ആപ്കി പ്രാർത്ഥന ഡാലിഫി നഹി ജാ സക്തി, താങ്കളുടെ അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന ഡാലിഫി നഹി എന്ന് വെച്ചാൽ ഒഴിവാക്കാനും സാധിക്കില്ല. മിത്ര തോ ഗാന ശുരു കീജിയെ, എങ്കിൽ ഗാനം ആരംഭിക്കൂ എന്ന്. അനങ്കെ അച്ഛാ അലമാരി മേം മേരി കാപ്പി നികലായിയെ ന, താങ്കൾ അലമാരിയിൽ നിന്ന് എന്ത് ചെയ്യണം, ആ കാപ്പി എന്ന് വെച്ചാൽ നോട്ട് ബുക്കിങ് എടുത്താലും. മിത്ര ടേക്ക് ഹേ. അങ്ങനെ ആണ് എഴുതിയിരിക്കുന്നത്. 3 പേര് ഉചിതമായി ഈ 2 കോൺവെർസേഷനും വെച്ച് ഏതാ ചോദിക്കുന്നത് വെച്ചാൽ കൃത്യമായി എഴുതി കൊടുക്കണം കേട്ടോ. അത് നോക്കി, അനങ്കജിക്ക് ഡയറി ലിഖേ, അദ്ദേഹത്തിൻ്റെ ഡയറിയാണ് എഴുതിയിരിക്കുന്നത്. ഡയറി എന്ന് എഴുതിയിട്ടതിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം, ഡേറ്റും ഡേയും കൊടുത്തിരിക്കുന്നു കേട്ടോ. എന്നിട്ട് പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ആജ് മേരെ ലിയെ മാനസിക സംഘർഷ കാ ദിൻ ഥാ, ഇന്നെനിക്ക് മാനസിക സംഘർഷമുള്ള ദിനം ആണ്. മുച്ചേ ബീമാർ സെ അസ്പതാൽ മേ പഹുഞ്ച, എന്നെ രോഗത്തോടെ എവിടെ എത്തിച്ചു? ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടറിനെ നിർദ്ദേശിച്ച് ദിയ ഏക്ക് ഘണ്ടെ സെ ജീവിത നഹീം സക, ഡോക്ടർ നിർദ്ദേശിച്ചു 1 മണിക്കൂറിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന്. മേരി പത്നി ശാം കെ സമയ ഗാഡി മേ ആനെ വാല ബേട്ടെ കോ പ്രതീക്ഷ കരേഗ, എൻ്റെ ഭാര്യ വൈകുന്നേരം വണ്ടിയിൽ വരുന്ന ബേട്ടയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. മേരാ മിത്ര ആയ, എൻ്റെ മിത്രം എന്ന് വെച്ചാൽ കൂട്ടുകാരൻ വന്നു. മുച്ചേ മസ്യമേം കണ്ടം തക്ക് ജീവിത രഘ സക്താഹേ, മുച്ചേ എന്നെ തമാശ കൊണ്ട് മണിക്കൂറുകളോളം എൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു.
എന്നൊക്കെ സഭ ഉസ്കോ പരിഹാസ് കർത്ത, സഭ എല്ലാവരും അയാളെ എന്ത് ചെയ്തു? പരിഹസിച്ചു. സബ് ലോക കമരേസെ ബാഹർ ചലെ, എല്ലാ ആൾക്കാരും എവിടേക്ക് പോയി? കമരാന ചാമോറി, അതിൽ നിന്ന് വെളിയിലേക്ക് പോയി കഴിഞ്ഞു. മേരാ മിത്രനെ ഇച്ഛ പ്രകട് കിയ, എൻ്റെ മിത്രം കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഇച്ഛ പ്രകടമാക്കി. ഇച്ഛ എന്ന് വെച്ചാൽ ആഗ്രഹം പ്രകടമാക്കി. മേരാ സുന്ദർ ഖണ്ഡ് ജാനേസെ പഹലെ സുനായിയെ, എൻ്റെ സുന്ദരമായ ശബ്ദം പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കേൾപ്പിച്ചാലും എന്ന്. അലമാരി സെ കാപ്പി നികാൽ കറെ കവിത പാഠ് കർണെ ലഗെ, അലമാരിയിൽ നിന്നും നോട്ട്ബുക്ക് എടുത്ത് അതിൽ നിന്ന് കവിത പാഠ് കർണെ ലഗ, കവിതാ പാരായണം ചെയ്യാൻ തുടങ്ങി. ശാം കി ഗാഡിയായി, വൈകുന്നേരത്തെ വണ്ടി വന്നു. ബേട്ടാ ആക്കർ ദേഖ, ബേട്ടാ ആക്കർ എന്ന് വെച്ചാൽ മകൻ വന്ന് കണ്ടു. എന്നൊക്കെ മെയിൻ കവിതാ പഠ് രഹാ ഹേ, ഞാൻ കവിതാ പാഠം വായിച്ചു കൊണ്ടേയിരിക്കുന്നു, അതായത് കവിത പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മിത്ര പാസ് മർഗയ, മിത്രം അരികിലെ മരിച്ചുപോയി, എന്നുവെച്ചാൽ മരിച്ചു കിടക്കുന്നു. മുച്ചഫി വിശ്വാസിനഥ, എനിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഡയറി. കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം അനങ്കജിയുടെ ഡയറി ആയിരുന്നു ലാസ്റ്റ് എക്സാം ചോദിച്ചത്. അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, പോസ്റ്റർ അടുത്ത ക്ലാസ്സുകളിൽ തരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.